ഹായ് വണക്കം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ ദ്വാരക ശില്പങ്ങളിൽ സ്വർണം പൂശുന്ന ന്യൂസ് ഒരുപാട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്പ്രെഡായിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നുണ്ട്, തന്ത്രി കൂടെ കൂടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. കോടതിയെ അറിഞ്ഞിട്ടില്ല, ഇത് കൊണ്ടുപോകുന്നതിന് കോടതിയെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയോ കൂട്ടിക്കുഴച്ച മാതിരി കുറേ ന്യൂസുകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. 2 വർഷം മുന്നേ സ്ത്രീ പ്രവേശനം ശബരിമലയിൽ വേണമെന്നും പറഞ്ഞ് കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അന്ന് തമിഴ്നാടും അവിടുത്തെ തമിഴ് ഭക്തന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ശബരിമലയെ പോലെ തന്നെ ഒരു ക്ഷേത്രം തമിഴ്നാട്ടിൽ നമ്മൾ പണിയുന്നുണ്ട്. അപ്പോൾ ഇനിയും തമിഴ് ഭക്തജനങ്ങൾ ആരും ഇനി ശബരിമലയിൽ വന്ന് കാണിക്ക അർപ്പിക്കാനോ ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്താനോ വരുന്നില്ല. ശബരിമലയെപ്പോലെ ഒരു 18-ാം പടിയൊക്കെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം ഞങ്ങൾ അവിടെ ഒരു മലയ്ക്ക് മുകളിൽ ഞങ്ങൾ പണിയുന്നുണ്ട്. ഇനി ഞങ്ങൾ അവിടെയാണ് ദർശനം നടത്തുന്നത് എന്നൊക്കെ തമിഴ്നാട്ടിലെ ഭക്തജനങ്ങളും തമിഴ്നാടും ഒക്കെ ഇതിനു മുന്നും പറഞ്ഞായിട്ടുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമത്, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരൊക്കെയോ കൂടി ശബരിമലയെ തകർക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അത് ആരാണെന്നൊന്നും നമുക്കറിയില്ല. ഈ ദ്വാരകപാളി ശില്പങ്ങളിൽ സ്വർണം പൂശാൻ വേണ്ടി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു, അത് തന്ത്രിയും കൂടെ കൂടിയാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. അപ്പോൾ ഇത് കോടതിയെ അറിയിച്ചിട്ട് വേണം ഇത് കൊണ്ടുപോകാനെന്ന് പറയുന്നുമുണ്ട്. ഇത് കോടതിയെ അറിയിപ്പിക്കാതാണ് ഇതവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയതൊക്കെ, ഇളക്കി കൊണ്ടുപോയതൊക്കെ. ഇത് കോടതി അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കോടതി പറയുന്നുണ്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾ ലായനിയാക്കി, ചെമ്പ് വേറെ സ്വർണം വേറെ അങ്ങനെ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ ഇതിൻ്റെ പുറകിൽ മാഫിയ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിസ്സംശയം നമുക്ക് പറയാൻ തന്നെ സാധിക്കും. അതുകൊണ്ട് ഭക്തന്മാരോട് ഉണരണം, ആർജവമായിട്ട് തന്നെ ഭക്തന്മാർ ഉണരണം, ഇതിനെതിരെ ശബ്ദം ഉണ്ടാകണം. പല ന്യൂസ് ചാനലുകളിലും പല വാർത്തകളും വരുന്നുണ്ട്, പല വാർത്തകളാണ് വരുന്നത്. അത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു, അതല്ല കൊണ്ടുവരുന്നില്ല, അവിടെ തന്നെ എല്ലാം ചെയ്യുന്നെന്ന് പറയുന്നു. ഇനിയും പറയുന്നത് നമ്മൾ ശബരിമലയിൽ കൊണ്ടുവന്നിട്ട് ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും പറയുന്നു. എന്താണെന്നൊന്നും നമുക്കറിയില്ല, കുറേ ന്യൂസുകൾ മാത്രം ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം. എന്തോ ഇതിൻ്റെ പിന്നിൽ ഭയങ്കരമായ ചരടുവലികൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് നമുക്ക് പോകെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിന് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം വരെ ഗുഡ് നൈറ്റ്.